ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ GRC ആൻഡ് FNHW പ്രോഗ്രാം കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഉളിക്കൽ SBIക്ക് സമീപം നടന്ന പരിപാടി ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG സണ്ണി ഉദ്ഘാടനം ചെയ്തു. കർക്കിടക മാസം ഇന്നലെ ആരംഭിച്ചു. പണ്ട് കാലഘട്ടത്തിൽ മുതലേ ആയുർവേദ വിധിപ്രകാരം ഒക്കെ കർക്കിടക മാസത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം. നമ്മുടെ ശരീരത്തെ കൂടുതൽ രോഗപ്രതിരോധ ശേഷി നൽകാനായിട്ട് കൂടുതൽ മരുന്നുകളും ആ രീതിയിലുള്ള ആയുർവേദ ഉൽപ്പന്നങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ CDS ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ CDSന്റെ നേതൃത്വത്തിൽ വനിതകളൊക്കെ ചേർന്ന് ഓരോ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ ആയുർവേദ മരുന്നുകൾ വിവിധ തരത്തിൽ അവർ നിർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതിന് മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ആയുർവേദ കൂട്ടുകളുണ്ട്, മരുന്നുകളുണ്ട്, ഒക്കെ നോക്കിയിട്ടുള്ള വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഡോക്ടറുടെ ക്ലാസ് എടുക്കും. അതായത് ആയുർവേദത്തിൻ്റെ രീതിയിൽ നമുക്ക് നമ്മുടെ ശരീരത്തെ രോഗവിമുക്തമാക്കുവാനും ചെയർപേഴ്സൺ സംസാരിച്ചതുപോലെ രോഗവിമുക്തമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നൊരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പച്ചക്കറികളെ കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആരോഗ്യം എല്ലാവർക്കും പരിരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പം ഈ ഒരു പരിപാടിയോട് എല്ലാവരും സഹകരിക്കണം. നമുക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ തിരഞ്ഞെടുക്കാം. വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വളരെ മനോഹരമായിട്ട് ഇവിടെ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാവരും അതിനോട് നല്ല സഹകരണം കാണിക്കുക. കർക്കിടകത്തിലെ ആരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തിൽ ഡോക്ടർ തുളസി A ക്ലാസ് നയിച്ചു. ആയുർവേദവും അതുപോലെ കർക്കിടക മാസം എന്ന രീതിയിൽ എല്ലാവർക്കും അറിയാം. ആയുർവേദം കർക്കിടക മാസത്തിൽ കൂടുതൽ ശീലിക്കേണ്ട ഒരു കാര്യമായിട്ട് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ നമുക്കറിയാം മലയാളികളുടെ ജീവിതത്തിൽ കർക്കിടക മാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മലയാള മാസത്തിലെ അവസാനത്തെ മാസമാണ് കർക്കിടകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആയുർവേദ രീതിയിൽ പറയുകയാണെങ്കിൽ ശരീരത്തിന് ഏറ്റവും ബലം കുറഞ്ഞ ഒരു മാസമാണ്. ബലം ക്ഷയിക്കുന്ന ഒരു മാസമായിട്ടാണ്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ദഹനശക്തി ഏറ്റവും കുറഞ്ഞ ഒരു സമയമാണ് കർക്കിടകം. അതിനാൽ നമ്മൾ ഈ ഒരു മാസം ശീലിക്കുന്ന ആചാരങ്ങൾ എന്ന് പറയുന്നത് രോഗസംരക്ഷണം, ശരീരത്തിൽ രോഗം വരാതിരിക്കുകയും അതുപോലെ തന്നെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടുക എന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഈ ഒരു ശരീരത്തിൽ മാത്രമല്ല നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഈ ഒരു കർക്കിടക മാസത്തിൽ ഒരുപാട് മഴയും തണുപ്പും കൂടിയിരിക്കുന്ന ഒരു മാസമാണ്. അതിനാൽ തന്നെ അന്തരീക്ഷത്തിൽ ഈർപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ രോഗാണുക്കൾ കൂടുതലായിരിക്കും അന്തരീക്ഷത്തിൽ. അതിനാൽ നമുക്ക് വിവിധ തരത്തിലുള്ള വൈറൽ രോഗങ്ങളും അതുപോലെ തന്നെ ബാക്ടീരിയൽ രോഗങ്ങളും കൂടാതെ ത്വക്ക് രോഗങ്ങളും വേദനാജനകമായ രോഗങ്ങളും എല്ലാം കൂടാൻ സാധ്യത കൂടുതലാണ്. കാരണം അന്തരീക്ഷത്തിലുള്ള തണുപ്പാണ് രോഗാണുക്കൾക്ക് പുറത്തു പോകാൻ സാധിക്കുന്നില്ല. ഈർപ്പം കൂടുതലായതുകൊണ്ട് രോഗാണുക്കൾ അവിടെ തന്നെ കെട്ടിക്കിടക്കും. അതിനാലാണ് ഇത്രയും രോഗങ്ങൾ നമ്മുടെ ദേഹത്തിലോട്ട് വരാനുള്ള കാരണം. അപ്പൊ ഈ ഒരു മാസത്തിൽ നമ്മൾ രോഗം വരുന്നതിനേക്കാൾ രോഗം പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ചികിത്സകളാണ് കൂടുതലായിട്ട് ചെയ്യേണ്ടത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി ജോസഫ് അധ്യക്ഷനായിരുന്നു.